പക്ഷെ ആരെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ മനസ്സിലായില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നോക്ക്, ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല L² ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഏരിയയിൽ എത്ര ലെങ്ത് വരുന്നുണ്ട്? 2 ലെങ്ത് വരുന്നുണ്ട്. ഏതെങ്കിലും സാധനത്തിൻ്റെ ഏരിയ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾ ലെങ്ത് എത്ര പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും? 2 പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഏരിയ കിട്ടണമെങ്കിൽ ഒരു ലെങ്ത്തിനെ ഒരു ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ലെങ്ത് നിങ്ങൾ 2 പ്രാവശ്യം ഉപയോഗിച്ചത്? അതെ, 2 ലെങ്ത് വരുന്നുണ്ടാണ്. വോളിയത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല L³ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ലെങ്ത് 3 പ്രാവശ്യം ഉപയോഗിക്കുന്ന സാധനമാണ്, ഒരു ക്വാണ്ടിറ്റിയാണ് വോളിയം. ശരിയല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ 3 ലെങ്ത്തുകൾ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആ ഒരു വോളിയം എന്നുള്ള. ഈ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് മനസ്സിലാവും. അതിൽ ഒരു ലെങ്ത് മറ്റേത് ബ്രെഡ്ത്ത് മറ്റേത് ഹൈറ്റ്, അതൊന്നും ആയിക്കോട്ടെ, 3 ലെങ്ത് ആണ് വരുന്നത്. അതെ. അതേപോലെ ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു മാസം വരുന്നുണ്ട്, പിന്നെ -3, അതായത് 3 വോളിയം 3 ലെങ്ത് താഴെ വരുന്നുണ്ട്. 3 ലെങ്ത് വരുന്നുണ്ട്, മുകളിലാണോ? അല്ല, താഴെയാണ് വരുന്നത്. യെസ്, താഴെയാണ് വരുന്നത്. ഇത് പറയാൻ പറ്റും നമുക്ക് എങ്ങനെ? ഒരു ഡയമെൻഷണൽ ഫോർമുല കണ്ടിട്ട്.